വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഫോക്സ് ആൻഡ് ഗോൾഫ് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്നേ ഉള്ളൂ. ഈ ഒരു ഹോട്ട് ഹാച്ചിന് ശേഷം ഒരു പെർഫോമൻസ് സെഡാൻ കൂടെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയറായ ഒക്ടാവിയ VRS ഉടനെ തന്നെ, അതായത് 2025 തന്നെ ഇന്ത്യയിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ അവർ ഏറ്റവും പുതിയ ഒക്ടാവിയ VRS ഷോക്കേസ് ചെയ്തായിരുന്നു. അപ്പം ഈ വർഷം തന്നെ ഈ വണ്ടി മാർക്കറ്റിലേക്ക് എത്തും. CBU ആയിട്ടാണ് ഈ വണ്ടി മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഒക്ടാവിയ VRSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ ഫെമിലിയറായ വണ്ടിയാണ്. VRSൻ്റെ ഫസ്റ്റ് ജനറേഷൻ മുതൽ തന്നെ സ്കോഡ നമുക്ക് ഇന്ത്യയിൽ തരുന്നുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന വണ്ടി നോക്കുകയാണെങ്കിൽ 4th Gen ഒക്ടാവിയയുടെ ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ് ഈ ഒരു VRS വന്നേക്കുന്നത്. അതാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള സ്പോർട്ടികൾ ഡിസൈനാണ്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ബമ്പറിൽ എയർ വെൻസ് പോലത്തെ ഡിസൈനൊക്കെ കാണാം. അത് ജസ്റ്റ് ഡിസൈൻ അല്ല, അത് ഫങ്ഷണൽ ആയിട്ടുള്ള എയർ വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. സൈഡിൽ നോക്കിയാൽ നല്ലൊരു സ്പോർട്ടിയായ ഷാർപ്പായ ഡിസൈനാണ്. റിയറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലിപ് സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫ്യൂസറൊക്കെ വരുന്നുണ്ട്. ആ ഒരു സ്പോയിലറും ഡിഫ്യൂസറൊക്കെ ഫങ്ഷനലാണ്. ട്വിൻ എക്സോസ്റ്റ് വരുന്നുണ്ട്. അതും ഡമ്മിയൊന്നുമല്ല, അതും ഫങ്ഷണൽ ആയിട്ടുള്ള എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. 19 ഇഞ്ചിൻ്റെ എയറോ വീൽസാണ് വരുന്നത്. അതായത് ആ ഒരു എയറിൻ്റെ ഡ്രാഗ് കുറയ്ക്കാൻ വേണ്ടി എയറോഡൈനാമിക് ആയ ഡിസൈനാണ് അലോയ് വീലിന് കൊടുത്തേക്കുന്നതെന്ന് അവർ പറഞ്ഞേക്കുന്നത്. 90 ഇഞ്ചിൻ്റെ വീൽസാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇന്റീരിയേഴ്സ് നോക്കിയാലും അത്യാവശ്യം നല്ല സ്പോർട്ടിയായ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. സ്പോർട്ടി ആയാലും നല്ലപോലെ സ്പേഷ്യസ് ആണ് വണ്ടിയുടെ ഇന്റീരിയേഴ്സ്. ഇത് നല്ലപോലെ പ്രാക്ടിക്കാലിറ്റിയും ഉള്ളൊരു വണ്ടിയാണെന്ന് പറയാം. കാരണം 600 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അവർ കൊടുക്കുന്നുണ്ട്. ഇത്രയും വില കൊടുക്കുന്ന ഒരു പ്രീമിയം വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഫീച്ചേഴ്സും കൊടുക്കുന്നുണ്ട്. പവേർഡ് സീറ്റാണ്, അതിൽ മസാജ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. റെയിൻ സെൻസിങ്ങും വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ AC ആണ് വരുന്നത്. അങ്ങനെ ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്ന വണ്ടിയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിലും ഒട്ടും പിന്നിലല്ല. 10 എയർ ബാഗുകളാണ് കൊടുത്തേക്കുന്നത്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് വരുന്നുണ്ട്. ട്രാഫിക് സൈൻ മോണിറ്ററിംഗ് വരുന്നുണ്ട്. സേഫ്റ്റിയും അത്യാവശ്യം അടിപൊളി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ആ ഒരു എഞ്ചിനാണ്. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഗോൾഫിൽ കണ്ട സെയിം എഞ്ചിനാണ് ഇതിലും വന്നേക്കുന്നത്. ആ ഒരു 2 ലിറ്റർ ടർബോ ചാർജഡ് 4 സിലിണ്ടർ എഞ്ചിൻ. അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 265 HP 5250 RPM 6500 RPM ഇടയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 370 Nm ആണ്. 1600 RPM 4500 RPM ഇടയിലാണ് ഈ ഒരു ടോർക്ക് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വന്നേക്കുന്നത്. 0 to 100 അച്ചീവ് ചെയ്യാനായിട്ട് വെറും 6.4 സെക്കൻഡ് മാത്രം സമയം മതി. ഈ പവർ ഫിഗേഴ്സും എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗോൾഫിനും വന്നേക്കുന്നത്. പക്ഷേ ഗോൾഫിനും വെയിറ്റ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഗോൾഫ് 5.9 സെക്കൻഡിൽ 0 to 100 അച്ചീവ് ചെയ്യുന്നതാണ്. എന്നാൽ ഒക്ടാവിയ ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ 6.4 സെക്കൻഡ് എടുക്കും 0 to 100 അച്ചീവ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു കുറഞ്ഞ ടൈമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒക്ടാവിയ VRS. ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 50 ലാഖാണ് ഇപ്പോൾ പറയുന്നത്. ചിലപ്പം അതിനേക്കാളും കൂടുതൽ വരാനാണ് സാധ്യത. എങ്കിലും 50 ലാഖിനാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നതായിരിക്കും. CBU ആയിട്ടാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഈ വർഷം തന്നെ ഈ വണ്ടി കൊണ്ടുവരുമെന്നാണ് സ്കോഡ പറഞ്ഞേക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.